നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള നിർമ്മിത ബുദ്ധി അഥവാ AI ഒരു കൊടും കുറ്റവാളിയായി മാറിയാലോ? ഐക്യരാഷ്ട്രസഭ നൽകുന്ന പുതിയ മുന്നറിയിപ്പ് അത്തരമൊന്നാണ്. ഓൺലൈൻ ലൈംഗിക പീഡനം അഥവാ വെർച്വൽ ബലാത്സംഗം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പങ്കിടുക, ശാരീരിക പീഡനങ്ങളെ അനുകരിക്കുന്ന ഡിജിറ്റൽ അതിക്രമങ്ങൾ എന്നിവയാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നത്. പൊതുരംഗത്ത് സ്ത്രീകൾ ഗുരുതരമായ ഓൺലൈൻ അതിക്രമങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ പഠനം. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള വെർച്വൽ ബലാത്സംഗങ്ങൾ ഇപ്പോൾ കുറ്റവാളികളുടെ വിരൽത്തുമ്പിലാണെന്നും UN മുന്നറിയിപ്പ് നൽകി. ഡിജിറ്റൽ ഇടങ്ങളിൽ സ്ത്രീകളുടെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് AI അടക്കമുള്ളവയുടെ ഉപയോഗമെന്നും ശ്രദ്ധേയമാണ്. മുഖം വ്യക്തമാക്കാതെ ആരാണെന്നറിയിക്കാതെ നടക്കുന്ന ഡിജിറ്റൽ അതിക്രമങ്ങളെ ചെറുക്കാൻ ഫലപ്രദമായ നിയമങ്ങളില്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നതെന്നും UN വിമൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. പൊതുരംഗത്തുള്ള 1500-ലധികം സ്ത്രീകളിൽ 6% പേർ തങ്ങൾ ഡീപ് ഫേക്കുകളുടെ ഇരകളാണെന്ന് പറയുന്നു. അതേസമയം 1/3 പേർ ഓൺലൈനിൽ ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 12% പേരുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം സമ്മതമില്ലാതെ സൈബർ ഇടങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ദുരുപയോഗങ്ങളും ചൂഷണങ്ങളും എളുപ്പമാക്കുകയാണ് നിർമ്മിത ബുദ്ധി ഇപ്പോൾ ചെയ്യുന്നത് എന്നതാണ് പ്രധാന വസ്തുത. AI കുറിച്ചുള്ള അജ്ഞതയും ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്ന വേഗതയുമാണ് അപകടം ഇരട്ടിയാക്കുന്നത്. ഇലോൺ മസ്കിന്റെ AI പ്ലാറ്റ്ഫോമായ ഗ്രോക്കിൽ സ്ത്രീകളുടെ ഫോട്ടോകളിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് അഭ്യർത്ഥനകൾ വന്നതായി പുറത്തു വന്നിരുന്നു. ഇതോടെ ഈ ഭീഷണിയുടെ വ്യാപ്തി പൊതുജന ശ്രദ്ധയിൽ വരുന്നുണ്ട്.